എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താണ് സംഭവം എന്നല്ലേ? കുഞ്ഞുവാവകളുടെ ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോക്സില്ലേ, അത് തന്നെ. ഇത് വെച്ചിട്ട് നമുക്കിന്ന് ബേബീസിൻ്റെ ഹാൻഡ് ആൻഡ് ഫീറ്റ് കാസ്റ്റിംഗ് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കിയാലോ, അതും കുറഞ്ഞ ചിലവിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ ക്ലേ എടുത്തിട്ടുണ്ട്, പിന്നെ ഗ്ലൂ, കളർ പെയിൻറ്റ്, OHP ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്, റാപ്പിംഗ് പേപ്പർ ഷീറ്റ്. ഈ ഷീറ്റ് മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്, വളരെ വിലക്കുറവാണ്. ഈ ഷീറ്റിനി ബോക്സിൻ്റെ അകത്ത് വയ്ക്കാൻ വേണ്ടി കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ബോക്സിൻ്റെ അടയ്ക്കുന്ന ഭാഗവും കട്ട് ചെയ്ത് മാറ്റാം. കണ്ടില്ലേ, അങ്ങനെ കട്ട് ചെയ്തപ്പോൾ കറക്റ്റ് ഒരു ഫ്രെയിമായിട്ട് കിട്ടിയിട്ടുണ്ട്. കട്ട് ചെയ്ത പേപ്പർ ഷീറ്റ് ബോക്സിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഒട്ടിച്ച് വെക്കണം. ഷീറ്റ് ഒട്ടിച്ചെടുത്തപ്പോൾ ഫ്രെയിമിനുള്ളിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രെയിമിൻ്റെ 4 വശവും പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. ഫ്രെയിമിൻ്റെ 4 വശവും ഇപ്പോൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ക്ലേയിൽ എൻ്റെ മോളുടെ ഹാൻഡും ഫീറ്റും പതിപ്പിച്ചെടുത്തതാണ്. അവൾക്കിപ്പോൾ 10 മന്ത് ആയിട്ടുണ്ട്. ഹാൻഡിനും ഫീറ്റിനും ഇനി ഗോൾഡൻ കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഫ്രെയിമിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ഹാർട്ട് ഷേപ്പിൽ ഒരു ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഹാൻഡ് ഫീറ്റും ഇപ്പോൾ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഹാർട്ട് ഷേപ്പിലെ ചാർട്ട് പേപ്പറിൽ ഹാൻഡ് ഫീറ്റും ഒട്ടിച്ചു കൊടുത്താണിത്. ഇത് മോളുടെ ഫസ്റ്റ് മന്ത് ഫോട്ടോയാണ്. ഇത് നമുക്ക് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി OHP ഷീറ്റ് ഫ്രെയിമിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാം. അതിനായിട്ട് ഞാൻ ഫെവിക്വിക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഫ്രെയിമിൻ്റെ 4 വശത്തും ഒട്ടിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് കാസ്റ്റിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.